Good morning, sir. Good morning, sir. Susha. Okay, Mary Stella. Good morning. Okay, Needu. Susha, Sadira. Adira. Okay, Amrita. Okay, Nigeria. Harishna, good morning. Sia, good morning. Okay, so Garam Michaelam, let us start. Okay, Diana, very good. So let us start. Okay, we were discussing about കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ച് അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി എന്ന് വെച്ചിട്ട് നമ്മളൊരു സെന്റൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ്, നെക്സ്റ്റ്, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. ഡയാന, ഓർമ്മയുണ്ടോ അങ്ങനൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നോ സാർ അല്ലേ? നീതു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് അവർ വായിക്കുകയും അവരതിന്റെ അർത്ഥം പറയുകയും ചെയ്യുന്ന ആ മെത്തേഡിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് പറയാം. ഓക്കെ, അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ള രീതിയിലോട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കും അതൊരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ വർദ്ധിക്കാനായിട്ട് കാരണമാകും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. അത് ഉപയോഗിക്കുന്നത് ഹാബിച്വൽ ആക്ഷൻ, ഒരു സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതല്ലേ ഹരീഷ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്? യെസ്. ഓക്കെ ഓക്കെ ഡയാന, ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ നമ്മൾ പറഞ്ഞു. ശിക്ഷ നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങൾ അതും പറഞ്ഞല്ലേ? ഓക്കെ, ഡു നോട്ടും ഡെസ്റ്റോട്ടും വെച്ച് പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അവസാനിക്കട്ടെ, അത് അവസാനം. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു പോവുള്ളൂ. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ ആ വാചകം നിങ്ങൾക്ക് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തില് നോട്ട്ബുക്കില് ഞാൻ പറയുന്ന വാചകങ്ങൾ അടിയിലായിട്ട് എഴുതുക. ഏറ്റവും ആദ്യം എഴുതേണ്ടത് FIRST, ഫസ്റ്റ്. ഏറ്റവും ആദ്യം എഴുതേണ്ടത് ഫസ്റ്റ്. അതിന്റെ അടിയില് നെക്സ്റ്റ്, NEXT, നെക്സ്റ്റ്. Good morning, sir. Sir, പറയോ?
ഒന്നുകൂടി പറയാം, ഗ്യാപ്പ് ഇട്ടിരിക്കുക. അതിന്റെ അടിയിൽ then, THEN, then. അതിനും അടിയിൽ after that, after that. അതിന്റെ അടിയിൽ finally, finally. Yes. Yeah, I will repeat it. First, next, then, after that, finally. Okay. ഇങ്ങനെ അടിയിൽ എഴുതി വെക്കും. ഫസ്റ്റ്, നെക്സ്റ്റ്, then, after that, finally. ഓക്കെ ഓക്കെ അല്ല ഇനി ഓക്കെ ഇനി റിലാക്സ് ചെയ്തോ. ഓക്കെ ഇനി റിലാക്സ് ചെയ്തോ, നോ പ്രോബ്ലം. ഇത് മാത്രം എഴുതി വെക്കണം. ഫസ്റ്റ് അറിയാം, നെക്സ്റ്റ് ഓക്കെ ശ്രീലക്ഷ്മി, നെക്സ്റ്റ് അറിയാം, then അറിയാം, then എന്ന് പറഞ്ഞാൽ അപ്പോൾ, ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം, ഫൈനലി അവസാനമായി. ഓക്കെ സുഷ, ഫസ്റ്റ് നെക്സ്റ്റ്, ഫസ്റ്റ് നെക്സ്റ്റ്, then ആഫ്റ്റർ ദാറ്റ് ഫൈനലി. ആഫ്റ്റർ ദാറ്റും രണ്ടല്ല, ആഫ്റ്റർ ദാറ്റ് ഒരുമിച്ചാണ്. അപ്പൊ അങ്ങനെ 1, 2, 3, 4, 5 വേർഡുകൾ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തര് 5 സെന്റൻസ് വെച്ച് പറയണം. യു ഷുഡ് സേ 5 സെന്റൻസസ്. ഓരോരുത്തർ 5 സെന്റൻസ് വെച്ച് പറയണം. നിങ്ങൾ പറയുന്ന ആദ്യത്തെ സെന്റൻസിലെ ഫസ്റ്റ് വേർഡ്, ആദ്യത്തെ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് എന്നറിയണം. രണ്ടാമത് നിങ്ങൾ പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് നെക്സ്റ്റ് എന്നായിരിക്കണം. മൂന്നാമത് നിങ്ങൾ പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് then എന്നായിരിക്കണം. നാലാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ ദാറ്റ് എന്നായിരിക്കണം. അഞ്ചാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ഫൈനലി എന്നായിരിക്കും. ഇങ്ങനെ ഈ വാക്കുകളിൽ തുടങ്ങുന്ന ഒരു 5 സെന്റൻസ് ഓരോരുത്തർ പറയണം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇതിപ്പോ എങ്ങനെ പറയാനാണ് എന്ന് ചിന്തിക്കും. കുറച്ചു പേര് ഒരു പക്ഷെ ചിന്തിക്കും, ഓക്കെ ഇതൊക്കെ എളുപ്പമല്ലേ, ഇതെല്ലാം ഇതിന്റെ അപ്പുറം വന്നു കഴിഞ്ഞാലും ചാടിക്കിടക്കും ഈ KK ജോസഫ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഇത് ഞാൻ 2-3 ക്ലൂ ഇട്ട് തരാം. ആ ക്ലൂവിൽ പിടിച്ച് നിങ്ങൾ കയറുക. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പറയും. വേറെ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തില് എടുത്തിട്ട് അത് കണക്ട് ചെയ്ത് പറയും. ഇപ്പൊ ഞാൻ പറയുക, ഇതിന് നിങ്ങൾ പറയാൻ പാടില്ല, ഇത് ചുവട് പിടിച്ച് വേറെ പറയാം. 5 വാചകം ഞാൻ പറയുന്നു. ഫസ്റ്റ്, ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. കറക്റ്റ് ആയില്ലേ? ഫസ്റ്റ്, ആദ്യം ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഫസ്റ്റ്, ഐ ഗെറ്റ് അപ്പ് 6 o'clock in the morning. ഫസ്റ്റ് സെന്റൻസ് കറക്റ്റ് ആയി. ഇനി അടുത്തത്, നെക്സ്റ്റ്, ഐ ബ്രഷ് മൈ ടീത്ത്. പിന്നെ അടുത്തത് ഞാൻ പല്ല് വൃത്തിയാക്കുന്നു. നെക്സ്റ്റ്, ഐ ബ്രഷ് മൈ ടീത്ത്. Then I drink a cup of coffee. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കപ്പ് ചായ കുടിക്കുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഐ ചെക്ക് ദ ഇമെയിൽ. ഞാൻ എന്റെ ഇമെയിൽ ചെക്ക് ചെയ്യുന്നു. ഫൈനലി അറ്റ് 10 o'clock ഐ ഗോ ടു ഓഫീസ്. അപ്പൊ നോക്കി 5 വാചകമായില്ലേ? എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു ആദ്യം, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അവസാനം എന്ത് ചെയ്യുന്നു. ഇത് ഞാൻ പറഞ്ഞതാണ്. ഇത് നിങ്ങൾ വേറെ രീതിയിൽ നിങ്ങളുടെ ഡീവിയേഷനിൽ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ പറയാം, വൃന്ദ പറയാൻ പോണത് ഞാൻ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. വൃന്ദക്കകത്ത് പറയാം, ഫസ്റ്റ് ഐ ടേക്ക് 2 eggs. Next, I cut it and put some salt. Then I mix it. After that, I put some ginger and pepper. Finally, I make an omelette. ഇത് ഞാൻ ഓംലെറ്റ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് പോന്നോട്ടെ. നിങ്ങൾ
കറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും. നിങ്ങളുടെ മനസ്സിലെ ഭാവനക്കനുസരിച്ച് നിങ്ങൾ എഴുതിയ ഫസ്റ്റിന്റെ നേരെ ഒരു വാചകം എഴുതി വെക്കുക, നെക്സ്റ്റിന്റെ നേരെ ഒരു വാചകം എഴുതി വെക്കുക, രസകരമായിട്ടുള്ള നിങ്ങളുടെ വാചകങ്ങൾ എഴുതി വെക്കുക. എഴുതുക, ആഫ്റ്റർ ദാറ്റ് എഴുതുക. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയുന്നു. ഫസ്റ്റ് ഐ സ്റ്റഡീഡ് സാന്റാക്രൂസ് LP സ്കൂൾ. Then I studied UPS Chedamangalam. Next, I studied UPS Chedamangalam. Then I studied high school Chedamangalam. After that, I joined college. Finally, I passed the examination. And finally, I studied in SNA College. or St. Peter's School. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 5 സെന്റൻസ് വേണം. 5 സെന്റൻസിന്റെ തുടക്കമുള്ള വാചകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അത് വെച്ച് നിങ്ങളുടെ ഭാവനയിലൊന്ന് എഡിറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്തു, നെക്സ്റ്റ് നിങ്ങളിപ്പോ വേണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കണ്ടുമുട്ടിയത് വഴി പറയാം. ഫസ്റ്റ് വി കോറൽഡ്, ആദ്യം ഞങ്ങൾ വഴക്കിട്ടു. നെക്സ്റ്റ് വി ടോക്ഡ് ആഫ്റ്റർ 1 year, പിന്നീട് 1 വർഷത്തിന് ശേഷം ഞങ്ങൾ സംസാരിച്ചു. Then we loved each other. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു. After that, we decided to marry. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. Finally, I became his wife. Or finally, I became her husband. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് രസകരമായിട്ട് നിങ്ങളുടെ ഭാവനയിൽ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് പറയാം. അപ്പോ ആരാണ് ആദ്യം തുടങ്ങി വെക്കുന്നത്? ഓക്കെ, റൂബിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണ് ആദ്യം പറയുക എന്ന് പറഞ്ഞപ്പോ ധൈര്യസമേതം വന്നില്ലേ? റൂബി പറയാൻ പോകുന്നതിനല്ല, റൂബി ആദ്യം ഞാൻ പറഞ്ഞോളാം എന്ന് കാണിച്ച ആ ധൈര്യത്തിന് കൊടുക്കൂ റൂബിക്കൊരു കയ്യടി. യെസ്, അപ്പൊ ആ ധൈര്യത്തിനാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. വെരി ഗുഡ് റൂബി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ രാധിക, യെസ്. വൃന്ദ, ഓക്കെ 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 ഓക്കെ. റൂബി പറഞ്ഞോളൂ. എല്ലാവരും മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ രസകരമായിട്ട് റെഡിയാക്കി വെച്ചോട്ടോ. ഓക്കെ, റൂബി സ്റ്റാർട്ട്. റൂബി നെറ്റ് പോയോ? റൂബി, യെസ്, ചിലപ്പോൾ നെറ്റ് കണക്ഷൻ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ റൂബിക്ക് നമുക്ക് ചാൻസ് കൊടുക്കാം. ഐശ്വര്യ പറഞ്ഞു. ഓക്കെ ഐശ്വര്യ, അതൊന്ന് മൈക്കിലൊന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. Yes, good morning. First I go to my office. Next I punch my attendance. Yes. Then I pray a second for that day. Yes. After that I switch on my computer. Yes. Finally I start my work. Very good, very good, very good Aishwarya, very good. And ഇതുപോലെ വരണം. ഐശ്വര്യ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞുണ്ട്. രാവിലെ മണിക്ക് അവിടെ ചെല്ലുന്നു, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ദെൻ ജോലി ചെയ്യുന്നു. ഇത് മതി. അപ്പൊ ഇത് നിങ്ങൾ ആദ്യം ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനൽ ഇത് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ ഭയപ്പെട്ടു. ഇത് പറഞ്ഞാൽ മതി, എഴുതണ്ട, പറയുക, നിങ്ങൾ പറയുക. ഓക്കെ, യെസ്. ഇനി അടുത്തതാരാണ് പറയുന്നത്? ഐശ്വര്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പറയാം. ഇനി ഞാൻ പറയാം എന്ന് പറയാം. റൂബിനെ കാണാനില്ല, റൂബിയുടെ നെറ്റ് കണക്ഷൻ പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹു ഈസ് നെക്സ്റ്റ്? നിങ്ങളിങ്ങനെ മാറി നിൽക്കല്ലേ. ഒരു 5 വാചകം പറയാനായിട്ട്. നമ്മൾ ഇത്ര നാളത്തെ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് ഒരു 5 വാചകം. യെസ്, ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. ഹരികൃഷ്ണൻ, യെസ്.
Vrunda. Vrunda. Vrunda ആരും വരാതെ. ഐശ്വര്യ. എന്തോ ഇവരെന്താ ആരും വരാതെ ഐശ്വര്യ? അറിയില്ല. യെസ്. ഇത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള വാചകമാണ് ഐശ്വര്യ? അല്ല. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. ഓക്കെ ഓക്കെ. ഐശ്വര്യ വേണമെങ്കിൽ ഇനിയും പറയും, അത് വേറെ കാര്യം. ഓക്കെ. ഡയാന. ഡയാന. വിമൽ രാജ്. വിമൽ രാജ്. ഞാനിങ്ങനെ വിളിച്ച് ചമ്മുകയാണ്. ആർക്കെങ്കിലും ധൈര്യസമേതം ഓക്കെ, രണ്ടു തവണ സാറ് വിളിച്ചിട്ട് ആരും വന്നില്ല, അപ്പൊ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് വരാവുന്നതാണ്. ശ്രീലക്ഷ്മി. ഞാൻ അവസാന പ്രതീക്ഷ ശ്രീലക്ഷ്മിയിൽ അർപ്പിക്കുക. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഫസ്റ്റ് കോൾ. യെസ്. ശ്രീലക്ഷ്മി സെക്കൻഡ് കോൾ. തേർഡ് കോൾ വിളിക്കുന്നില്ല. യെസ്. ശുഷ. Sir. Okay. Shut down. Okay. Computer shut down. First click on the start button on the left side of the desktop. Yes, very good. Next, click on the shutdown option in the start menu. Yes. Then switch off the monitor by pressing the power button of the monitor. Yes. After that, switch off the UPS by pressing its power button. Very good. Okay. Finally, switch off the main power to the computer. Very good, very good. ശുഷ കമ്പ്യൂട്ടറിൽ താല്പര്യമുള്ള ഒരാളാണെന്ന് തോന്നുന്നു അല്ലെ? കമ്പ്യൂട്ടറുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഐശ്വര്യ കമ്പ്യൂട്ടർ ഓൺ ആക്കി പ്രവർത്തിപ്പിക്കുമ്പോ ശുഷ എന്ത് ചെയ്തു? കമ്പ്യൂട്ടർ ഓഫ് ആക്കി വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. യെസ്. റൂബി. റൂബിയെ കാണാനില്ല. റൂബി. ഓക്കെ. ശുഷ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അതെ, നിങ്ങൾ ആരും വരാതിരിക്കുന്നത് മോശമല്ലേ? അക്ഷയ് സുരേഷ്. യെസ്. ഗുഡ് മോർണിംഗ് സർ. ഞാനൊന്ന് പറഞ്ഞു നോക്ക് കറക്റ്റ് ആണോ? ഓക്കെ ഓക്കെ. മുഹസൈ സിസിന. യെസ്. First I go to my marriage. Yes. Next I meet my friends. Yes. Then I eat food. Yes. After that I enjoy this function. Yes. Finally I return my home. Very good, very good. ഇതാണോ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞത്? കണ്ട, I went to a marriage. Next I met the friends there. Then I ate the food. After that I enjoyed the function. Finally I returned to my home. ഒരു കല്യാണത്തിന് പോയി സദ്യ കഴിച്ച് ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു. ഓക്കെ. മുഹസിന. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് തൊടുങ്ങാനായിട്ടൊരു മടിയാണ്. പറയണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയാണ്. അതങ്ങനെ വിടുക. എന്നിട്ട് അങ്ങനെ പറയാം. ഞാനത് പറഞ്ഞു നോക്കട്ടെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 5 വാചകമല്ലേ ഉള്ളൂ. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിനെ പേടിക്കണം. യെസ്. അടുത്തതാരാണ് പറയണത്? യെസ്. ഹു ഈസ് നെക്സ്റ്റ്?
ഞാൻ പറയും അടുത്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. 5 വാചകവും നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. വെരി ഗുഡ് വൃന്ദ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ വൃന്ദനെ നേരത്തെ വിളിച്ചതാണ്, അപ്പോ വൃന്ദനെ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി വൃന്ദ അതൊരു ഫൈനൽ ടച്ചിലേക്ക് മാറ്റി വെച്ചേക്കിരിക്കും, ഒന്ന് റെഡി ആക്കിയിട്ട് പറയാന്ന് വിചാരിച്ചു. ഓക്കെ വൃന്ദ, വെരി ഗുഡ്, വെരി ഗുഡ്. കരിയൂ. Okay. Study. Next, I take a break. Then I review notes. After that, I practice problems. And finally, I sleep. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞോളൂ. അതെ, ഫസ്റ്റ് പറഞ്ഞത് കിട്ടിയില്ല അവിടെ. ഓക്കെ ഓക്കെ, ഒന്നുകൂടി പറഞ്ഞോളൂ. First, I study. ഓക്കെ. Next, I take a break. I take a break. Okay. Then I review notes. Then I review the notes. Notes I review notes. Yes. Okay. After that, I practice problems. After that, I practice the problems. Okay. Finally, I sleep. Finally, I sleep. Okay, okay. അപ്പൊ രാത്രി പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വൃന്ദ. ഫൈനലി ഐ ഗോ ടു ബെഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ വൃന്ദ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോ വൃന്ദ പറഞ്ഞു, ഐശ്വര്യ പറഞ്ഞു, മുഹാസിന പറഞ്ഞു. ഇനി ആരാണ്? മേരി സ്റ്റെല്ല. ഓക്കെ, ഞാൻ ഈ പഴയ പേരുകളൊക്കെ അവിടെ ഓർക്കുകയായിരുന്നു, എനിക്ക് അവിടെ ഓർമ്മ കിട്ടുന്നുണ്ടായില്ല. പറഞ്ഞു മേരി സ്റ്റെല്ല. First, I brought a fish. Yes, very good. Mingere വെക്കാൻ പോയിട്ട് മേരി സ്റ്റെല്ല. Very good. Yeah. I clean the fish. Then I cook the fish. After that, I fish molly. Finally, I serve the fish molly. Yes, very good. അതെ, മീൻ വാങ്ങിച്ചു. ഓക്കെ, സുഷയും പറഞ്ഞു. ഓക്കെ ഓക്കെ. ഫൈനൽ എന്താണ്, മേരി സ്റ്റെല്ല മീൻ വാങ്ങിച്ചു, കട്ട് ചെയ്തു, മുറിച്ചു, ഫിഷ് മോളി വെച്ചു, കൊടുത്തു. ഓക്കെ, ഇതുപോലെ നിങ്ങൾ പക്ഷേ ഒരു ബ്യൂട്ടി പാർലറിൽ പോയപ്പോ കണ്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ചെയ്ത കാര്യമായിരിക്കാം. ഫസ്റ്റ് നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ് ഫൈനലി എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പിൽ പോയപ്പോ മുടി കട്ട് ചെയ്ത കാര്യമായിരിക്കാം. അത് അത് അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്ന് ഒരു ജ്യൂസ് കുടിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചായയും ഒരു സ്നാക്കും കഴിച്ചായിരിക്കാം. നിങ്ങൾ ഫസ്റ്റ് അത് നിങ്ങളുടെ ഒരു ഭാവനയല്ലേ, ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ. ഓക്കെ രാധിക പറയൂ. രാധിക വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഓക്കെ, രാധിക പറയൂ. രാധിക. First, I wake up in the 7 o'clock morning. 7 o'clock എന്തോ അത് രാവിലെ എഴുതുന്ന പോലെ രാധിക. Okay. Next, I bathing. Then I eating breakfast. After that, I go to hospital. Finally, started my work. Yes. Okay, very good, very good. 7 മണിക്ക് എഴുന്നേറ്റു, കുളിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഓഫീസിലേക്ക് പോകുന്നു. ഫൈനലി ഐ സ്റ്റാർട്ട് മൈ വർക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. രാധിക, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളിതേ പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞവരോട് ഞാൻ പറയാണ്, ഒരു മനസ്സിനൊരു കൊള്ളാം, ഞാൻ ഇങ്ങനെ പറഞ്ഞല്ല, അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നിട്ട്. യെസ്, എന്റെ മക്കളെ, നിങ്ങൾ ഏതൊരു ജോലിക്ക് നമുക്കിപ്പോ ഓക്കെ മിനിസ്റ്റർ അല്ല, അത് വരണം, അതാണ് എനിക്ക് വേണ്ടത്. കാരണം നിങ്ങളിപ്പോ ഒരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യണ്ടേ. ആ ഇന്റർവ്യൂവിൽ അവര് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണ്ടേ. അവിടെ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ ഇയാളെ വേണ്ട, അല്ലെങ്കിൽ ഈ കുട്ടിയെ വേണ്ട എന്ന് അവർ തീരുമാനിക്കില്ലേ. നേരെ മറിച്ച് നമ്മള് ഒരുമാതിരി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വിചാരിക്കും പേടിച്ചിട്ടാണ് കുറച്ചൊക്കെ വിട്ടുപോയത്. പേടി മാറിക്കഴിഞ്ഞാൽ കുട്ടി നന്നായിട്ട് ആയിട്ട് വരും. അപ്പൊ ആ കുട്ടി ഇരിക്കട്ടെ, നല്ല സ്ഫുടമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തതയുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം, അത്രയും ഉണ്ടല്ലോ, ബാക്കി റെഡിയാക്കി എടുക്കാം, ബാക്കി നമുക്ക് പ്രാക്ടീസ് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. സെലക്ട് ഹെർ എന്ന് പറയണ്ടേ. റിജക്ട് ചെയ്യപ്പെട്ട ലിസ്റ്റിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലും എന്തെങ്കിലും കഴിവുണ്ട് എന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് എഴുതുക എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ പറയുക എന്നുള്ളത് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന കടമ്പ കടക്കാനായിട്ട് വളരെ അത്യാവശ്യമാണ്. പെട്ടെന്ന് ചിലപ്പോൾ തീരുമാനമെടുത്ത് പെട്ടെന്ന് നമുക്ക് ഒരു വിഷയ തീരുമാനം നടപ്പിലാക്കേണ്ടതായിട്ട് വരും. ഓക്കെ,
ഓക്കെ രാധിക, അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഇപ്പൊ ഒരു 5 സെന്റൻസ് അല്ലേ, ഇനി കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ ഒരു 6 ആക്കും 7 ആക്കും, പിന്നെ നിങ്ങൾ കാര്യമായിട്ട് പറയും. പിന്നെ വേറെ എവിടെയെങ്കിലും ഇതേപോലൊരു വിഷയം വരുമ്പോൾ നിങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാം. കാരണം ഇതൊക്കെ ഞാൻ അന്ന് ആ ജോബ് സാറിന്റെ ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് ഞാനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. യെസ്, ഇത് തന്നെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു ട്രെയിനിങ്. ഓക്കെ രാധിക പറഞ്ഞിട്ട് എനിക്ക് കോൺഫിഡൻസ്. രാധിക പറയാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ രാധിക നാളെ കാലത്ത് എന്ത് ചെയ്യണം? നാളെ കാലത്ത് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കണ്ണാടിയിൽ നോക്കിയിട്ട് വലത് കൈ കൊണ്ട് ഇടത് തോളിലോട്ട് പയ്യെ തട്ടിയിട്ട് പറയണം, രാധിക, ഐ ആം പ്രൗഡ് ഓഫ് യുവേഴ്സെൽഫ്. എനിക്ക് നിങ്ങളെ കുറിച്ച് അഭിമാനം തോന്നുന്നു എന്ന് സ്വയം ഒന്ന് തട്ടിയിട്ട് പറയാം. ഓക്കെ രാധിക, വെരി ഗുഡ്. യെസ്, നിങ്ങൾ പക്ഷെ നിസ്സാരം എന്ന് കരുതും, പക്ഷെ ഇത് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് ലെവൽ വേറെയാണ്. ഓക്കെ, ഞാൻ ഇത്രയെല്ലാം പറഞ്ഞത് ഇപ്പോഴും ആ 5 വാചകവും എഴുതിയിട്ട് പറയണോ വേണ്ടയോ, വേണ്ടണം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്നവർക്ക് മുന്നിലേക്കാണ്. ഓക്കെ, അതിൽ നിന്ന് ആരാ വരുന്നത്? ഓക്കെ, ഞാനൊന്ന് പറയാം എന്ന് പറഞ്ഞു. ഓക്കെ, ക്വിസ് ടെസ്റ്റ്. അടുത്തത് ആരാണ്? നീതു, അതൊന്നും പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ അത് കണ്ടു. ഓക്കെ, അതൊന്ന് പറഞ്ഞു നോക്കി. കറക്റ്റ് ആണ് പറഞ്ഞത്, എഴുതിയേക്കാം. അത് പറഞ്ഞു നോക്കി. പറഞ്ഞു നീതു. Sir, first we will plant the trip. Next we will book the flight. Okay. Then we will arrange the accommodation. After that we will finalize the income. And finally we will set off on our adventure. ഓക്കെ കണ്ട, ഒരു യാത്ര പോകുന്നതിന്റെ കാര്യമാണ് നീതു പറഞ്ഞത്. കണ്ട, ഓക്കെ, നീതു വേണമെങ്കിൽ ഇത് എഴുതാമായിരുന്നു, എഴുതിയത് കറക്റ്റ് ആണ്. ഇത് കുറച്ച് പേരുടെ മുന്നിൽ ഇങ്ങനെ വായിച്ചു പറയുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ മാറും. അത് വേറൊരു ലെവലിലോട്ട് മാറും. യെസ്, അപ്പൊ ആ ലെവലിലോട്ട് മാറാൻ വേണ്ടിയിട്ട് കാരണമാണ്. ഓക്കെ നീതു, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യെസ്. ഇനി ആരാണ്? അപ്പൊ നീതു വന്നു, ഇനി ആര് വരുന്നു? ഞാൻ പറയാം സർ. ഓക്കെ, അപർണ അല്ലേ? അപർണ. First I adjust the seat. Yes. Next I tighten the seat belt. Yes. Then I set handbrake. Yes. After that, put it in first gear. Yes. Finally I took H. അണ്ട, വണ്ടി ഓടിച്ചു പോയി അപർണ. വെരി ഗുഡ് വെരി ഗുഡ്. ഉണ്ട്, വന്നിരുന്നു, പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടു, ഗിയർ ന്യൂട്രലാക്കി, വണ്ടി എടുത്ത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ അപർണയുടെ കണ്ടുപിടുത്തത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കണ്ട, ഒരു വെറൈറ്റി ആയിട്ട് വന്നു. ഒരാള് യാത്ര പോയി, ഒരാള് ഫിഷ് മോളി ഉണ്ടാക്കി. ഇങ്ങനെ വെറൈറ്റിയിൽ വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോൾ അവരെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളില്ലേ? അറ്റ് 4 o'clock മൈ ചിൽഡ്രൻ കം ഫ്രം സ്കൂൾ. അപ്പൊ ഫസ്റ്റ് അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഐ ഗേവ് ദം ടീ ആൻഡ് സ്നാക്സ്. അപ്പൊ അത് കഴിഞ്ഞു. ദെൻ വി പ്ലേ ഫോർ ഹാഫ് ആൻ അവർ. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ച് നേരം കളിക്കുന്നു. ദെൻ ഐ സെൻഡ് ദം ഫോർ ബാത്ത്. അത് കുളിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. ഫൈനലി I start to teach them. ഞാൻ അവരെ പഠിപ്പിക്കാൻ ആരംഭിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. ഇനി അടുത്തതാരാണ് പറയുന്നത്? റൂബിനൊക്കെ പിന്നെ കണ്ടില്ലല്ലോ. റൂബി, വെർ ഈസ് റൂബി? നെറ്റ് പ്രശ്നമായ കാരണം എനിക്ക് ഞങ്ങൾക്ക് തോന്നിയത് റൂബിയാണ് ആദ്യമായിട്ട് വന്നത്. റൂബിക്ക് ഐശ്വര്യമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൂബി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡയാന, സുഷ, ഐശ്വര്യ, മഹസിന, വൃന്ദ, മേരിച്ചെല്ല, രാധിക, നീതു, അപർണ, ഇത്രയും പേരുകൾ പറഞ്ഞു. ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ എഴുതി. ഞാൻ പറയാം, ആരാണ് പറഞ്ഞേ? ഇപ്പൊ ഞാൻ പറയാമെന്ന് പറഞ്ഞതാരാണ് എഴുതിയത്, ടൈപ്പ് ചെയ്തത്? ഡയാന. ഓക്കെ ഡയാന, പറഞ്ഞോളൂ. First, I boil some water. Next, serve the water in a cup. Then put the tea bag in the water. After that, add some sugar and milk. Finally, I drink a tea.
ഓഫ് ഉണ്ട്, ചായ ഉണ്ടാക്കി കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഉണ്ട്, നിങ്ങളൊക്കെ തന്നെ ഭാവനയുള്ള കുട്ടികളാണ്. ഉണ്ട്, അവിടെ ഫിഷ് മോളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഏതാണ്ട് ഈക്വൽ ആയിട്ട് അടുക്കളയിൽ തന്നെ ഉള്ളൊരു പരിപാടി ഞാനും എന്ന രീതിയിൽ ഡയാന പറയുന്നതാണ്. ചായ എങ്ങനെ ഉണ്ടാക്കാം? ഫസ്റ്റ് കുക്ക് ദ boil the water, next put it in a cup, then put a tea bag, after that you put some sugar, finally the tea is ready. Very good, very good. Okay, okay, okay. Diana, very good, very good. Okay, Diana ഒരു കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സെർച്ചിങ് മൈൻഡിനെ ഞാൻ അഭിനന്ദിക്കുന്നു. Okay, Ruby, yes, come on. Yes, sir. First I went to my friend's house. Yes. Next we played computer games. Yes. Then we watched a movie. Yes. After that, ate popcorn. Yes. Finally, I went home. I went home back. Okay. I returned to home. Okay. Ruby ആണ് ആദ്യം പറയാമെന്ന് പറഞ്ഞൊരാള്. നേരത്തെ പറയാമെന്ന് പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇത്രയൊക്കെ കേട്ട് ഒന്ന് എഡിറ്റ് ചെയ്തു? Yes, ഇല്ല. അത് തന്നെയായിരുന്നു, ഇത് തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, 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 ഓക്കെ. അപ്പൊ റൂബി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത്, കാരണം ആദ്യം പറയാമെന്ന് പറഞ്ഞ ആള് റൂബിയാണ്. അപ്പോ റൂബിയുടെ ഐശ്വര്യത്തിന് വേണം ഈ ക്ലാസ്സിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ, ആക്ടിവിറ്റീസ്. Thank you, sir. ഓക്കെ, അപ്പോ എല്ലാവരോടും പറഞ്ഞേക്കണം, സാറ് വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും സഹകരിച്ചേക്കണം. ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കേൾക്കല്ലേ. ഇത് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് റിയാക്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് അതിന്റെ ഗുണം ഉണ്ടാവും, പിന്നീട് അതിന്റെ ഗുണം ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുകയാണ്. എന്ത് വിഷയത്തെ കുറിച്ചും നമ്മളോട് ഇന്റർവ്യൂല് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ കേരള നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആതിര പറയാൻ വേണം. ആതിര? ഓക്കെ, ആതിര പറഞ്ഞോളൂ. യെസ്, ആതിര. First I meet a friend. Yes. Next I give a shake. Next I gave a shake hand. Yes. Then told about her family. Yes. After that we went to beach and spent the time. Well, finally returned the home. Very good, very good. Adira, very good, very good, very good. Adira, പേടി ഇപ്പൊ മാറിയില്ല ആതിര? ആതിര, ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി ഇതെല്ലാം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഞാനത് പറയും എന്നൊരു മനസ്സിലൊരു ചിന്ത വന്നില്ലേ? ഓക്കെ, ഓക്കെ, അത് മതി, അത്രയും മതി. നമുക്കിന്ന് അത്രയും മതി. അപ്പോ ഇതുപോലെ വാചകങ്ങൾ പറയാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളത് പറയും എന്ന് പറയുന്ന ഒരു ചിന്ത വന്നാൽ മതി. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ കറക്റ്റാണ്. ഓക്കെ, 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 ഓക്കെ. ഇനി ആരാണ്? ആൺകുട്ടികൾ ആരും വന്നിട്ടുണ്ട്. അതിലെനിക്കൊരു ചെറിയൊരു വിഷമമുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് വന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ്. യെസ്. എനിബഡി? ഇല്ല, അത് ആൺകുട്ടികള് ആലോചിച്ചോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സുമി? വിപിൻ ജോസ്? വിപിൻ ജോസ്? യെസ്. ഓക്കെ, കണ്ടിന്യൂ. പറഞ്ഞോളൂ. വിപിൻ ജോസ്? ഇപ്പൊ വന്നേ ഉള്ളൂ. ഓക്കെ, ഒന്നുമില്ല. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി വെച്ചിട്ട് ഒരു വാചകം പറയുന്നു. അത് ഭയങ്കര എക്കോ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഇതിനെ? ഓക്കെ, 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 ഓക്കെ. യെസ്, പറഞ്ഞോളൂ. പറയാൻ പറ്റുമോ വിപിൻ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണോ? അല്ല, ഒരാളോട് പറഞ്ഞ കേട്ടോ. അതായത് 5 വാചകം പറയുന്നു. ആ 5 വാചകത്തിലും ആദ്യം ഉപയോഗിക്കേണ്ട വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനൽ. ഓക്കെ, ഒരാൾ കൂടി പറയുന്നത് കേട്ടിട്ട് വീഡിയോയിലോട്ട് വരാം. അപ്പൊ മനസ്സിലാവും. ഓക്കെ, ആരാണ് അടുത്തത്?
വിവിന് പറയാനായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും ആളുകളെന്ന് പറഞ്ഞു. യെസ് യെസ്, ഹു ഈസ് നെക്സ്റ്റ്? വർഷ. വർഷ. വർഷ ഈസ് നോട്ട് റെസ്പോണ്ടിങ്. അവിടെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടാവും. മുഫീദ. മുഫീദ. യെസ്. ഓക്കെ 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 ഓക്കെ. അഞ്ജു സാൽബി. അഞ്ജു സാൽബി. Okay, nobody is responding. Harikrishnan. Harikrishnan. Yes. Sadira. Parayamo, Sadira. Okay, sir. Yes, Parayamo, Sadira. First, I got up in the early morning. Yes, very good. Next, I am going to temple. Yes. Then I reached my home. Yes. After that, attend my online class. Yes. Finally, I eating my lunch. Very good, very good. Okay, but live ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് അതിന് സാധനം പിടിച്ചത്. രാവിലെ എഴുന്നേറ്റിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതുവരെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഓക്കെ സാധിക, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, പേടിയുണ്ടായിരുന്നു കുറച്ചല്ലേ, അതാണ് മാറി കിട്ടും. ഓക്കെ, ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഭയം കൂടെ മാറി കിട്ടും. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ, അത് ആ സൗണ്ടിൽ അറിയാമായിരുന്നു. അതിനോടൊപ്പം തന്നെ ആതിര പറഞ്ഞപ്പോഴും ആ സൗണ്ടിൽ കുറച്ച് ഭയം ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതങ്ങോട്ട് മറികിരിക്കും. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ ഓരോ അവസരങ്ങൾ വരുമ്പോൾ പറയാതെ മാറി നിൽക്കരുത്. മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നമ്മളത് വാഹനം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാല് ഓക്കെ ജോസ്ന, ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ധൈര്യക്കുറവ് വരൂലേ, അതാണ്. അപ്പൊ ഓക്കെ, ജോസ്ന പറഞ്ഞോളൂ. Sir, first I take the knife. Yes. Then cut the hibiscus branch. Yes. Then I take the plant pot. Yes. Add some soil. Yes. And then put in the plant, hibiscus plant branch. Yes. Okay. Finally. എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞത്? മറ്റേ ചെടിയില്ലേ, ചെടി കുഴിച്ചു വെക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ചെമ്പരത്തി. ഓക്കെ മനസ്സിലായി. ഓക്കെ 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 ഓക്കെ. ജോസ്ന അപ്പൊ ചെടികളെ സ്നേഹിക്കുന്ന ബോട്ടണിയാണോ സുവോളജി ആണോ സബ്ജക്ട്? സുവോളജി ആയിരുന്നു. എന്താ കാണാനുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റ് ആണ് കാര്യങ്ങൾ പോയത്. ഓക്കെ ജോസ്ന, വെരി ഗുഡ് വെരി ഗുഡ് വെരി. താങ്ക് യു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഓക്കെ, വിവിൻ ജോസ് പിടികിട്ടിയാലോ? ഇതാണ് എന്റെ മോഡൽ. ഈ രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ്, നെക്സ്റ്റ്, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. അത് ഇഷ്ടമുള്ള ജീവിതത്തിലെ അല്ലെങ്കിൽ രസകരമായിട്ട് എന്ത് സംഭവം വേണമെങ്കിലും വിവിൻ. First I woke up at 6 o'clock. Yes. Next. After that, I went to gym. Yes. Oh, yes. And next I went to marketplace. Yes. But then I went to church. Yes. Finally, finally I returned home. Yes. Okay, very good very good very good. രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വിപിൻ ജോസ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വിപിൻ, വെരി ഗുഡ്. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? ഇനി അടുത്ത ആരാണ് പറയുന്നത്? സ്വാതി. അശ്വതി. യെസ്. ശിശിര. ശിശിര റെഡിയാക്കി എഴുതി വെച്ചിരിക്കല്ലേ? നീ വായിച്ചാൽ പോരെ? അത് വായിച്ചോളൂ.
ശിശിര സാർ കേൾക്കാം. ആ എഴുതിയത് വായിച്ചോളൂ. കേട്ടില്ല, ഉറക്കെ വായിച്ചോളൂ. First I go to the computer class. Yes. And next I start the computer. Yes. Then teacher came to work for me. Yes. After that I start the work. Yes. Finally I finished my work. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശിശിര ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ ശിശിര, ഓക്കെ. കുറച്ച് ധൈര്യക്കുറവ് ശബ്ദത്തിലുണ്ടായിരുന്നു. ഇനിയിപ്പോ പേടിക്കണ്ട. ഒരു പ്രാവശ്യം അല്ലേ ആദ്യം ഒന്ന് പറയുമ്പോഴാണ് ചെറിയൊരു ധൈര്യക്കുറവ് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് തോന്നും ഇത് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തി പറയാം എന്ന് നമുക്ക് തോന്നും. ഓക്കെ ഓക്കെ ശിശിര, ഓക്കെ. കണ്ട ഇത് വെച്ചുകൊണ്ട് ശിശിര എത്ര നേരം ഇരുന്നു. ഇതുപോലെ എത്രയോ നല്ല അവസരങ്ങൾ ശിശിരന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് നമ്മുടെ മുന്നിലൂടെ. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ പയ്യെ ഒന്ന് പമ്മി, അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട് നമ്മളൊന്ന് പിന്നോട്ടൊന്ന് വലിഞ്ഞു. അത് ഓർത്ത് പിന്നീട് എത്രയോ പ്രാവശ്യം നമ്മൾ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ അങ്ങനെ ദുഃഖിക്കാൻ ഇട വരുത്തരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പറയാനായിട്ടുള്ള അവസരം വരുമ്പോൾ യൂസ് ഇറ്റ്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, കാരണം നമുക്കിത് അത്യാവശ്യമാണ്. നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ കിടക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, യെസ്. ഇനി ആരാണ്? യെസ്, ശ്രുതി. ശ്രുതി, അജ്വ അഫ്സൽ. അജ്വ അഫ്സൽ. സാർ ഞാൻ ഇപ്പം ജോയിൻ ചെയ്തതേ ഉള്ളൂ, അപ്പൊ എങ്ങനെ മനസ്സിലായില്ല. ശബ്ദത്തിൽ പറഞ്ഞു, കറക്റ്റ് ആണ് പറഞ്ഞത് അജ്വ, ശബ്ദത്തിൽ പറഞ്ഞാൽ. അല്ല സാർ, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തതേ ഉള്ളൂ, അപ്പൊ എനിക്ക് എങ്ങനെയാണ് പറഞ്ഞത്? യെസ്, ഓക്കെ 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 യെസ്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അജ്വ ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി എന്ന് പറയുന്ന വാക്കുകളിൽ തുടങ്ങുന്ന 5 വാചകം പറയാനാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഇത്രയും സമയമായിട്ട് ഡയാന, സുഷ, റൂബി, ഐശ്വര്യ, മഹസീന, വൃന്ദ, മേരിസ്റ്റെല്ല, രാധിക, നീതു, അപർണ, ആതിര, സാദിര, ജോസ്ന, സിസില, വിവിൻ ജോസ്, അങ്ങനെ പല ആളുകളും ഇങ്ങനെ പറഞ്ഞത്. യെസ്, നീ കുറച്ച് ആൾക്കാർ റെഡി ആയിട്ട് നിൽപ്പിട്ട് പറയാനായിട്ട്. അവരും കൂടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ആരാണ്? ശ്രീലക്ഷ്മിയാണോ? അതെ സർ. ഓക്കെ, ശ്രീലക്ഷ്മിയെ നേരത്തെ വിളിച്ചിരുന്നു. ഓക്കെ, ഒരു പറഞ്ഞോളൂ ശ്രീലക്ഷ്മി. Sir, first I get up 6 o'clock in the morning. Yes. Next I cook my breakfast. Then I serve the food. After Yes. that I eat my breakfast. Yes. Then I clean my plate. ഓക്കെ, then I clean my plate. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് ക്ലീൻ ആക്കി വെച്ചിട്ടാണ് ശ്രീലക്ഷ്മിയുടെ വന്നിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അജ്വ പിടികിട്ടിയില്ലേ? ഈ മോഡലിൽ വരണം. ഇഷ്ടമുള്ളൊരു കാര്യം ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. അജ്വക്ക് വേണമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിയത് പറയാം, അരി എടുത്തത് റെഡിയാക്കിയത് ഫൈനലി ബിരിയാണി ഈസ് റെഡി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കിയതാണെങ്കിൽ അത് പറയാം. യെസ്, വാട്ട് ആർ അത് അത് തന്നെ ആവുന്നല്ലോ. കുട്ടികളെ പഠിപ്പിച്ചതാവാം, എന്ത് വേണമെങ്കിലും ആവാം. വാട്ട് എവർ ഇറ്റ് മേ ബി, നോ പ്രോബ്ലം. യെസ്, കൃഷ്ണേന്ദു. യെസ്, അജുവ പറയണ്ട. അജുവ അഫ്സൽ. യെസ്, കൃഷ്ണേന്ദു. യെസ്, ഇനി ആരാ പറയാൻ താല്പര്യമുള്ളത്? ഞാൻ എത്ര നേരം ഇങ്ങനെ പറഞ്ഞതെന്നറിയാം. ഒരു 10:40-45 മണിക്ക് പറയുന്നതാണ്. 11:14 നിങ്ങളൊന്ന് ഉഷാറായിരുന്നെങ്കിൽ, ഒരാള് കഴിയുമ്പോൾ ഒരാളെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ. യെസ്, ഇനി ആരാണ്? നജിയ. നജിയ. യെസ്, ഞാൻ ഇതിനകത്ത് പേര് പറയാൻ പറ്റുമെന്ന് പറഞ്ഞവർക്ക് ഒന്നുകൂടി പറയണ്ട. പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്
എന്റെ സ്റ്റാൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇല്ലല്ലോ എന്ന് ചിന്തിക്കണ്ട, പറഞ്ഞവർക്ക് ഒന്നുകൂടി പറയാം. ഓക്കെ 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 ഓക്കെ. അജുവ ഇതുകൂടി കേട്ടിട്ട് നമുക്ക് അജുവിലേക്ക് വരാം. ഓക്കെ, പറഞ്ഞോ റൂബി. First preheat the oven. Then mix the ingredients. Yes. Next, pour the mix into a baking tray. Yeah. After finally put the tray in the oven. Yes. And bake. And bake. Yes. Okay okay okay. വെരി ഗുഡ് വെരി ഗുഡ്. നേരത്തെ ഇവിടെ ഒരാള് ചായ ഉണ്ടാക്കിയിരുന്നു, ഫിഷ് മോളി ഉണ്ടാക്കിയിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ റൂബി കിച്ചണിൽ നിന്ന് ആരംഭിച്ചു. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യെസ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും ഐശ്വര്യ വേറൊരെണ്ണം പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയാട്ടോ. ശുഷ വേറൊരെണ്ണം പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയാട്ടോ. യെസ്. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും വെറൈറ്റി ആയിട്ട് ഞാൻ വേറെ ഒരെണ്ണം അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഐശ്വര്യ, സ്റ്റാർട്ട്. First take some snacks. Yes. Next came from in front of TV. Yes, television. Come to in front of TV. നമ്മൾ എല്ലാവരും ചെയ്ത കാര്യമാണ്. Take some. First I take some snacks. Next I come to the in front of TV. Okay. Then switch on the television. Yes. After that, change the channel. Yes. Finally, I start seeing a film. Seeing and eating snacks. അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അപ്പൊ അത് കറക്റ്റ് ആണ്, എല്ലാവരും ചെയ്താണ്. അടുക്കളയിൽ ചെല്ലുന്നു, സ്നാക്സ് എടുക്കുന്നു, ടിവിയുടെ മുന്നിൽ വരുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു, ആ പ്ലേറ്റും മടിയിൽ വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു, ടി വി കാണുന്നു, ചാനൽ മാറ്റുന്നു. ഓക്കെ, കണ്ടോ? രസകരമായിട്ട് പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി വെച്ച് പറയും. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ. അജു വേണ്ട, അത് കേട്ട് കഴിഞ്ഞപ്പോ അജുവൊക്കെ തോന്നി. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അജുവ പറഞ്ഞോളൂ. വൈകിയാണ് വന്നതെങ്കിലും അല്ലെ, ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാലും രജനീകാന്ത് പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞ പോലെയാണ്. അജുവ ഓക്കെ, പറഞ്ഞോളൂ അജുവ. First, I am going to my home. Yes. Because next day my parents' anniversary. Yes. After that, many gifts surprising my parents. Yes. Finally, they are very happy. ഓക്കെ 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 ഓക്കെ. അപ്പൊ അജുമ വീട്ടിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വീട്ടിൽ പോയിട്ട് പാരന്റ്സിനെ കാണുന്ന കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് അജുമ, വെരി ഗുഡ്. യെസ്. ഇനി ആരാണ് അടുത്ത് പറയുന്നത്? മുഫീദ. മുഫീദ വി പി. യെസ്. പറഞ്ഞതിൽ ആർക്കെങ്കിലും? ഞാൻ പറയാം. ഓക്കെ. നജിയ നേരത്തെ വിളിച്ചതാണ്. ഓക്കെ, നജിയ വിളിച്ച് പറഞ്ഞോളൂ. നജിയ. First, I went to school. Next, I met my friend. Then we went together. After Yes. that, we get the bus. Finally, we reached the school. ഓക്കെ 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 ഓക്കെ. ഇത്തിരി സൗണ്ട് ഇത്തിരി കുറവുണ്ടായിരുന്നു നജിയ. ഇപ്പൊ പറഞ്ഞതേ അത് സൗണ്ട് ക്ലിയർ ആയില്ല. ഒന്നും കൂടി ഉറക്കം പറഞ്ഞു ശബ്ദത്തിൽ. കറക്റ്റ് ആണ് പറഞ്ഞത്. ശബ്ദത്തിൽ കൂട്ടി ഓടിയൊന്നും കൂട്ടിയാണ്. Okay. ഓക്കെ. First, I went to school. Yes. Next, I met my friend. Then Yes. we went together. Yes. After that, we get the bus. Finally, Yes. we reached the school. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയും സൈലന്റ് ആയിട്ടാണ് ഇത്രയും സമയം വേണ്ട വേണ്ടെന്ന് മടിച്ചു മാറിയിരുന്നത്. ഓക്കെ നജിയ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. Thank you, sir. ഓക്കെ, വെൽക്കം. Who is next? ഇനി ആരാണ്? Who is next? നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കാനായിട്ട് നിങ്ങളൊരു മനസ്സ് കാണിച്ചാൽ, ഞാൻ പറയില്ല എന്നുള്ള ആ ഒരു തീരുമാനം ഒന്ന് മാറ്റിയിട്ട് ഞാൻ പറയും എന്ന് മാറ്റി ചിന്തിച്ചാൽ. നൈഷാന,
യെസ്. ശ്രുതി? യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാനിത് ഈ സെഷൻ കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് ഈ 5 വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഈ 5 വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാചകത്തെ കുറിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇതും നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാൻ കാരണം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇനി ഇന്നലെ നമ്മൾ ചെയ്ത പ്രവൃത്തിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിലും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാം. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിന്റെ അകത്ത് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ പ്രകടനത്തിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പരിപാടി വർക്കൗട്ട് ആവില്ല. അപ്പൊ ആരും മാറി നിൽക്കരുത്. നിങ്ങൾക്ക് പറയുന്നത് തെറ്റായാലും യാതൊരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. കാരണം ഇത് നമ്മൾ പറഞ്ഞ് പഠിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മളത് പറഞ്ഞു പഠിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറയാൻ പോയ ഒരു ചോദ്യമാണ്. ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ പോയ ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ ആദ്യം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വന്നതിന്റെ പേരിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഓക്കെ, ഇപ്പോ ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട, അതായത് എയർഫോഴ്സ്, നേവി അല്ലെങ്കിൽ ആർമി എന്ന് പറയുന്ന അവിടെയൊക്കെ ഉയർന്ന ജോലികൾക്ക് ആളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ആളുകളെ ടെസ്റ്റ് കഴിഞ്ഞ് ഫിസിക്കൽ കഴിഞ്ഞ് ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ആരെയാണ്? ധൈര്യമുള്ള ഒരാളെയാണ് വേണ്ടത്. റൂബി? ഓക്കെ, റൂബിനെ ഞാൻ വിളിക്കുകയാണ്. റൂബി ഇന്ത്യൻ നേവിയില് എന്തോ ധൈര്യക്കുറവുണ്ട് സാർ. ധൈര്യക്കുറവുണ്ട് എന്നുള്ളത് റൂബിയുടെ മനസ്സിലുണ്ടായാൽ മതി, പുറത്ത് കാണിക്കരുത്. അത് ആ ധൈര്യക്കുറവുള്ളത് റൂബിയുടെ മനസ്സിൽ, പുറത്ത് ഭയങ്കര ധൈര്യമായിരിക്കണം. ഓക്കെ എന്ന് പറഞ്ഞ പോലെ ഇതില്ല, ഇത് സിമ്പിളായി. നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയില്ല. അത് നിങ്ങൾ ആദ്യമേ വിശ്വസിച്ചു. നിങ്ങളുടെ ആ റേഞ്ചിൽ നിൽക്കുന്ന കാര്യങ്ങളെ നിങ്ങളോട് പറയുള്ളൂ. ഓക്കെ, ചോദ്യം ചോദിക്കുന്നത് റൂബിയോടാണെങ്കിലും അത് എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. റൂബി ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണെന്ന് സങ്കല്പിക്കുക. യു ആർ എ ഗ്രേറ്റ് ഓഫീസർ അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ സർവീസ്. ഒരു IAS ആ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വിചാരിക്കുക. ആൻഡ് റൂബി, യു ആർ പാസിംഗ് ബൈ ദ സൈഡ് ഓഫ് എ റിവർ. ഇത് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ റൂബിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കാരണം ഞാനിത് ഫേസ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയാൻ കാരണം. ആൻഡ് യു ആർ പാസിംഗ് ബൈ ദ സൈഡ് ഓഫ് എ റിവർ. നിങ്ങൾ ഒരു നദിയുടെ സമീപത്തൂടെ നടന്നു പോവുകയാണ്. യു ഡോണ്ട് നോ ഹൗ ടു സ്വിം. റൂബിക്ക് നീന്താൻ അറിയില്ല. യു ആർ അലോൺ. ദർ ഇസ് നോബഡി നിയർ ബൈ. അടുത്തൊന്നും ആരും തന്നെ ഇല്ല. അപ്പൊ അതിനോടൊപ്പം തന്നെ യു ആർ അലോൺ, ഒന്ന് തനിച്ചു വന്നു. സഡൻലി യു സീ എ ബേബി സിംഗിങ് ഇൻ ദ വാട്ടർ. നിങ്ങൾ നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി വെള്ളത്തിൽ ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. അപ്പൊ റൂബി, വൺസ് അഗൈൻ ഐ സേ, യു ആർ എ ഗ്രേറ്റ് ഓഫീസർ. യു ഡോണ്ട് നോ ഹൗ ടു സ്വിം. ദർ ഈസ് നോബഡി നിയർ ബൈ. വാട്ട് യു വിൽ ഡു? നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു സിറ്റുവേഷനിലാണ് റൂബി നിൽക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ചോദിക്കാൻ റൂബിയോടാണ് ചോദിച്ചത്, പക്ഷെ എല്ലാവരോടും കൂടിയാണ് ചോദ്യം. റൂബി ചോദ്യം പിടികിട്ടിയില്ലേ? സാർ ഒന്നുകൂടി ഒന്ന് പറയോ? യെസ്, ഓക്കെ, ഒന്നുകൂടി പറയാം. റൂബി ഭയങ്കര ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥരെ വിചാരിച്ച്, ഗവൺമെന്റ് സർവീസ് ഉദ്യോഗസ്ഥ. റൂബി ഒരു നദിയുടെ സമീപത്ത് കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. റൂബിക്ക് നീന്താൻ അറിയില്ല. റൂബി നടന്നു പോകുമ്പോൾ റൂബിയുടെ സമീപത്തോ പരിസരത്തോ മറ്റാരുമില്ല. അങ്ങനെ ആ നദിയുടെ സമീപത്ത് കൂടെ റൂബി നടന്നു പോകുമ്പോൾ റൂബി ഒരു ചെറിയ കുട്ടി വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കാണും. റൂബി എന്ത് ചെയ്യും? റൂബിക്ക് നീന്താൻ അറിയില്ല. ഇതാണ് ചോദ്യം. റൂബി നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡിനും മണിക്കൂറിന്റെ മൂല്യമാണ്.
What you will do? Yes. ഒരു 5 സെക്കൻഡ് ഞാൻ ചിന്തിക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്, വെരി. അത് തന്നെ വളരെ നല്ല കാര്യമാണ്. കാരണം ചാടിക്കേറി മനസ്സാറിൽ നിന്ന് ആലോചിക്കാൻ സമയം എന്താ. ഓക്കെ ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യുവർ സച്ച് എ മൈൻഡ്. ആ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓക്കെ 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 ഓക്കെ. ഐശ്വര്യ ആലോചിച്ച് കാണുമെന്ന് എനിക്കറിയാം. പറയൂ ഐശ്വര്യ, വാട്ട് യു വിൽ ഡു? ഐശ്വര്യയാണ് സിറ്റുവേഷനിൽ, വാട്ട് യു വിൽ? I will call the fire force. Yes. And direct them to save the child. അല്ലേ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. മൊബൈലൊക്കെ കണ്ടുപിടിക്കാതിരുന്ന ഒരു കാലഘട്ടത്താന്ന് വിചാരിച്ചു. ഈ സംഭവം നടക്കണമെന്ന് വിചാരിക്കും. ഇപ്പൊ തൊട്ടടുത്ത് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. ഓക്കെ, അതുകൂടി ഒന്ന് സങ്കല്പിക്കും. ഓക്കെ, I search everywhere for anybody there. yes. There is nobody, suppose. You just imagine that. Search, I understand your feelings and emotions, ഐശ്വര്യ. പരിസരമൊക്കെ നോക്കി. പക്ഷെ ഐശ്വര്യക്ക് നീന്താൻ അറിയില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഐശ്വര്യ എടുത്ത് ചാടി കഴിഞ്ഞാൽ ഇനി വല്ലാതെ കുട്ടിയെ രക്ഷിക്കണം, ഐശ്വര്യ രക്ഷിക്കണം, രണ്ടുപേരെ രക്ഷിക്കും. യെസ്. No another way. രാധിക പറയുന്നത് അറിയില്ലെങ്കിലും ചാടി രക്ഷിക്കുന്നതാണ്. രാധികയുടെ കമന്റ് അതാണ്. ഓക്കെ, അതന്നെ, കുറച്ച് ധൈര്യം സംഭരിച്ചിട്ടെടുത്ത് ചാടും. യെസ്. ഓക്കെ, ഞാനിത് പറഞ്ഞത് എനിക്കൊരു 26 വയസ്സൊക്കെ ഉണ്ടായ സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവില് ഗ്രൗണ്ട് ഡ്യൂട്ടി ഓഫീസർ തസ്തികയ്ക്ക് ഞാൻ മൈസൂർ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈ ചോദ്യം ചോദിക്കുന്നത് 5-8 പേര് അവിടെ നിരന്നിരുന്നുകൊണ്ടാണ്. അപ്പോ അന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാനിപ്പോ നിങ്ങളോട് തിരിച്ചു ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആലോചിക്കാം, സമയമുണ്ട്. അപ്പോ നമുക്ക് റൂബി പറഞ്ഞത് സാർ ഒരു 5 മിനിറ്റ് എനിക്ക് ആലോചിക്കാന്നാണ്. റൂബിക്ക് ഞാൻ 24 മണിക്കൂർ തന്നിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക. ഞാനൊന്ന് പറഞ്ഞു എങ്ങനെന്നറിയില്ല. I will jump and serve her, but my you jump into a river. Okay. You jump into a river and try to save the child. ഉദ്ദേശിച്ചത്? Yes. ഓക്കെ ഓക്കെ ഓക്കെ. റൂബി പറയുന്നത് റൂബി നദിയിലേക്ക് എടുത്ത് ചാടും, അങ്ങനെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് റൂബി പറയുന്നത്. But answer another person serve me. രക്ഷിക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ കുട്ടിയുടെ ഒപ്പം Yes. റൂബി വെള്ളത്തിലോട്ട് പോകും. യെസ്. ഓക്കെ, I will try. ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ ശ്രമിക്കും. ഓക്കെ ഓക്കെ. യെസ്. അപ്പോ യു തിങ്ക് വെൽ, ആലോചിക്കും. ആലോചിച്ചിട്ട് യു ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ സമയം കിടപ്പുണ്ട്. പക്ഷെ ഇത് പറയാനൊക്കെ 5 സെക്കൻഡ് 10 സെക്കൻഡ് നമുക്ക് കിട്ടുള്ളൂ. I will give a rope or wood. അപ്പൊ മാറ്റം പറയുന്നത് ഒരു കയറോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കഷ്ണമോ ഇട്ടും കൊടുത്തിട്ട് രക്ഷപ്പെടുക. അത് നേരത്തെ ഇവിടെ ഒരാൾ കൂടി പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം വേറെ രീതിയിൽ പറഞ്ഞു. റോപ്പ് അല്ലെങ്കിൽ കയർ, മറ്റേ തടിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ട്. ഓക്കെ, മാറ്റം. ഇപ്പൊ സപ്പോസ് അതൊന്നും അവിടെ കിട്ടിയില്ലെന്ന് വിചാരിക്കുക. സപ്പോസ് Sir, I throw my dupattas. അഞ്ചുക പറഞ്ഞു. I throw my dupattas. I throw my dupatta. Yes. ലാസ്റ്റ് പറഞ്ഞ പിടി കിട്ടിയില്ല. Throw my shawl. Okay. Yes. Okay. Okay. Suppose that you are not wearing shirt. വേറെ ഏതെങ്കിലും മിഡിയിൽ നോക്കാണെന്ന് വിചാരിച്ചു. Sir? Yes, പറഞ്ഞോളൂ അക്ഷയ്. We will try to call maximum surrounding peoples loudly. Yes.
we will try to call the surrounding people. Okay. അപ്പൊ തൊട്ടടുത്തുള്ള വീടുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കും അക്ഷയ്, കുറച്ചങ്ങ് ദൂരെയൊക്കെയാണ്. അപ്പൊ അക്ഷയ് പോകുന്തോറും ഈ കുട്ടിയുടെ ജീവൻ അപകടത്തിലോട്ട് കുറച്ചും കൂടി സീരിയസ് ആവുകയാണ്. പിന്നെ if the situation is like this, I will make emergency call for fire station. Then we will try to rescue. Okay. നമ്മൾ അതിലൂടെ പറഞ്ഞു നേരത്തെ. അക്ഷയ്ക്ക് മുമ്പ് പറഞ്ഞ ഒരാള് I will call the fire force എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും അതിനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലത്താണെന്ന് വിചാരിക്കും സപ്പോസ്. കാരണം ഈ ഉത്തരം നമ്മൾ പറയാനായിട്ട് ആരംഭിക്കുമ്പോഴേക്കും അവർ ഇതിന്റെ എല്ലാ നെഗറ്റീവ് സൈഡും പറയും. അപ്പൊ we will try to answer. Don't forget that you are a great officer. നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവർ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ പറയാനെടുക്കുന്ന ടൈമിലൊക്കെ വെച്ചിട്ട് നമുക്കുള്ള മാർക്ക് ഇട്ടുകൊണ്ടിരിക്കും. ഞാനിത് സൂചിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഗതിക്കുള്ള പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ത് പറയുന്നു എന്നുള്ളതല്ല. യെസ്, ഓക്കെ. നമുക്ക് നമ്മുടേതായ ന്യായീകരണം കണ്ടെത്താം. ഓക്കെ, നമുക്കിപ്പോ അതൊന്നും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണത് ഏതാണ്ട് 1900 ആ സമയങ്ങളിലാണ്. അപ്പൊ ആ സമയത്ത് ഈ മൊബൈലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ആ മൊബൈലിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. ലാൻഡ് ഫോൺ മാത്രമുള്ള കാലഘട്ടത്താണ് ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ ആലോചിച്ചു. യു ഹാവ് ഇനഫ് ടൈം ടു തിങ്ക്. യു ക്യാൻ ഫൈൻഡ് ഔട്ട് യുവർ ഓൺ ആൻസർ. We will meet in the next class, next time. വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Okay. Thank you, sir. Good class. Okay. Thank you, sir. Okay. Thank you, sir.